ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ക്യൂൻസ്ലാൻഡ്. ഇന്ന് അത് വരാൻ പറ്റി. ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ അപ്പം ക്യാൻബറയിൽ നിന്ന് പോകുന്നതായിരുന്നു. ഏകദേശം ഒരു 1200 കിലോമീറ്ററിന് മേളിലുണ്ടായിരുന്നു. നമ്മള് പിന്നെ അവിടെ നിന്നങ്ങ് പോന്നു. ഇടയ്ക്ക് വന്നപ്പോൾ ഇച്ചിരി മടുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് നമ്മൾ രണ്ടുപേരൂടെ മാറി മാറി ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ എത്തി. പിള്ളേർക്ക് പിന്നെ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മടിയൊക്കെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, കംപ്ലീറ്റ് പോയി. എന്താ അടിപൊളി സ്ഥലമാണ് ഇത്. നമ്മൾ വീഡിയോസിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ക്യൂൻസ്ലാൻഡിന്റെ ഭംഗിയും. നമ്മുടെ നാട്ടില് കേരളം പോലെ തന്നെയാണ്, എല്ലാ സാധനങ്ങളും ഒക്കെ കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, അയ്യോ പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അടിപൊളി സ്ഥലം. ഞാനിങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നെന്നൊരു പ്ലാന് വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിച്ചായിരുന്നു, ദൈവമേ ക്യൂൻസ്ലാൻഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ക്യാൻബറയാണ് കിട്ടിയത്. പക്ഷെ അതിൽ സങ്കടമൊന്നുമില്ല എനിക്ക്. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഓസ്ട്രേലിയയിൽ എത്താൻ പറ്റിയില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഞങ്ങളിപ്പം ബ്രിസ്ബെയിനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 3-4 ദിവസം നിൽക്കണമെന്നാണ് കരുതുന്നത്. ശരിക്കും നൈറ്റ് വ്യൂ മാത്രമല്ല കേട്ടോ ക്യൂൻസ്ലാൻഡിലെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കും വഴിയുടെ സൈഡിലൊക്കെ കാണാൻ പറ്റും ഈ എന്താ പറയുന്നത്, കരിമ്പിന്റെ കൃഷി. പിന്നെ കുറച്ചിങ്ങോട്ട് അടുക്കും തോറും വാഴയുടെ കൃഷി. പിന്നെ മാങ്ങയൊക്കെ, ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ ഓസ്ട്രേലിയയില്. മാങ്ങയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ശരിക്കും നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്.